ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിഷയങ്ങളിലാണ് കേരള സർക്കാരും പിണറായി വിജയനും തോറ്റു തൊപ്പിയിട്ട് നാണം കെട്ട് മൂലക്കായത്. രണ്ടും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ബുദ്ധിയില്ലാത്ത തലയിൽ നിന്നും ഉയർന്നു വന്നതാണെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. CPM-ഉം അതുതന്നെയാണ് പറയുന്നത്. ഒന്ന്, ശബരിമല വിഷയത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ച് പരസ്യപ്പെടുത്തി രാഷ്ട്രീയ ലാഭം നേടാൻ നോക്കിയതാണ്. രണ്ടാമത്തേത്, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തതാണ്. പഴഞ്ചൊല്ല് പോലെ അട്ടത്ത് കിടക്കുന്ന മഴുവെടുത്ത് കാലിൽ ഇട്ടതുപോലെയായി കാര്യങ്ങൾ. പി ശശിയുടെ ഇടപെടൽ മൂലം തൻ്റെ യജമാനനായ പിണറായി വിജയൻ്റെ തട്ടിപ്പ് ഒന്നുകൂടി ചർച്ചയായി എന്നു മാത്രമേ ഇതിൽ ലാഭമുള്ളൂ. നമുക്കറിയാം, ശബരിമല വിഷയത്തിൽ ഒരു നയാ പൈസയുടെ വാക്കുപോലും ഉച്ചരിക്കാത്ത, ഒരു കേസിൻ്റെ അയലത്തു പോലും പോകാത്ത അടൂർ പ്രകാശിനെ ഇങ്ങനെ ചോദ്യം ചെയ്തേക്കുമെന്ന് മാധ്യമങ്ങളിൽ വാർത്തയായി ആഘോഷിച്ചത് പി ശശി പറഞ്ഞിട്ടാണ്. അത് അടൂർ പ്രകാശ് തന്നെ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ ഒറ്റ ചോദ്യമാണ് ഇന്ന് കേരളം മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും ചോദിക്കുന്നത്. സ്ഥലവും സമയവും പറഞ്ഞാൽ അടൂർ പ്രകാശ് എവിടെ വേണമെങ്കിലും വരും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ള ആംബിയർ താങ്കൾക്കുണ്ടോ എന്നുള്ളതാണ്. ഇല്ല. CPM-ൻ്റെ പ്രമുഖർ കടകംപള്ളി അകത്താകും. പിണറായിയെയും ജോൺ ബ്രിട്ടാസിനെയും അടക്കം ചോദ്യം ചെയ്തിട്ട് മാത്രമേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. വലിയ വായിൽ വീമ്പിളക്കിയ നിയമമന്ത്രി P രാജീവ് ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ അടൂർ പ്രകാശ് വിഷയത്തിൽ തോറ്റ് തൊപ്പിയിട്ടു. അതുപോലെ തന്നെയാണ് VD സതീശനെതിരെയുള്ള കള്ളപ്രചരണവും. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സർക്കാർ നീക്കം, അതും ശശിയുടെ ഒരു ദുരാഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത്. ആന്റണി രാജുവിൻ്റെ അടിവസ്ത്ര വിവാദവും MLA സ്ഥാനം പോയതോടെയുള്ള നാണക്കേടും അത് മറച്ചുവെക്കാനായിരുന്നു ഈ പരിപാടി കാട്ടിക്കൂട്ടിയത് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് നിയമോപദേശവും വിജിലൻസിൻ്റെ തന്നെ എതിർപ്പും മറികടന്നുകൊണ്ടാണ് ഈ നീക്കം ശശിയും ടീമും നടത്തിയത് എന്ന് വ്യക്തമായിരിക്കുന്നു. CBI അന്വേഷണത്തിന് നിയമസാധുതയില്ല എന്ന് സർക്കാരിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പുനർജനിയെപ്പറ്റി നിയമോപദേശം വലിയ വലിയ വക്കീലന്മാരിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നിട്ടും മണപ്പാട് ഫൗണ്ടേഷനും സതീശനും ചേർന്ന് ഗൂഢാലോചന നടത്തി വിദേശ ഫണ്ട് പിരിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ശശി സർക്കാരിൻ്റെ വാദം ഉയർന്നു വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാനുള്ള നട്ടെല്ല് പോലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വിജിലൻസിന് ഈ കേസിൽ നിയമപരമായി ഒന്നും ചെയ്യാനാകില്ല എന്ന നിലപാട് സർക്കാരിനെ ആദ്യം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. വിജിലൻസ് കേസെടുക്കുകയും വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയാത്ത തരത്തിൽ സംസ്ഥാനത്തും വിദേശത്തുമായി ഇടപാടുണ്ടെങ്കിലുമാണ് കേസ് CBIക്ക് വിടാൻ കഴിയുക. എന്നാൽ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ കേസ് CBIക്ക് വിടാൻ കഴിയില്ല എന്നുള്ള നിയമോപദേശമാണ് വിജിലൻസിന് ലഭിച്ചത്. ആ കാര്യമാണ് വിജിലൻസ് സർക്കാരിനെ നേരാംവണ്ണം പച്ച മലയാളത്തിൽ അറിയിച്ചത്. എന്നിട്ടും കേട്ടില്ല. സംസ്ഥാനത്തൊരു കേസെടുക്കാത്ത പരാതി CBIക്ക് കൈമാറാനാകില്ല, കേസ് CBI ഏറ്റെടുക്കുകയുമില്ല എന്നിരിക്കെ ഇതും ഒരു പാഴ്വേലയായി മാറിക്കഴിഞ്ഞു. അതായത് ഈ രണ്ട് നാണക്കേടും ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടായതാണ്. അതിനു മുൻപും ഇങ്ങനെ ശശിയുടെ നിർബന്ധപ്രകാരം എടുത്ത കേസുകളെല്ലാം നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടം MLA-യുടെ കാര്യത്തിലടക്കം നാണം കെട്ടുകൊണ്ടേയിരുന്നു. അത് ശരിക്കും മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ശശി തന്നിഷ്ടപ്രകാരം എടുക്കുന്ന പരിപാടിയാണെന്ന് CPM കേന്ദ്രങ്ങൾ തന്നെ വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നട്ടെല്ല് പണയം വെച്ച് ശശിക്ക് മുന്നിലുള്ള മുഖ്യമന്ത്രിയുടെ ഈ കീഴടങ്ങൽ CPM-നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുകയാണ്. തുടർച്ചയായ ഈ പരാജയങ്ങൾ ശശി നൽകുമ്പോൾ പ്രവർത്തകർ ഒഴിഞ്ഞു പോകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.